നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ദേശ താൽപര്യമല്ല, വ്യക്തി താൽപര്യവും ഗ്രൂപ്പ് താൽപര്യവുമാണ് കോൺഗ്രസിന് അന്നും ഇന്നും പ്രാധാന്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റൊന്നല്ല ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 20 സ്ഥാനാർത്ഥികളാകുമെന്ന് KPCC അധ്യക്ഷൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതെവിടെ? ഗ്രൂപ്പ് താൽപര്യത്തിന്റെ വയനാടൻ ചുരം കടക്കാതെ കോൺഗ്രസ് വീർപ്പുമുട്ടുന്നത് ദില്ലിയിലെ ഇന്നത്തെയും കാഴ്ച. BJPയുടെ കാര്യവും തദൈവ. വടക്കനും വരത്തനും സീറ്റ് കൊണ്ടുപോകുന്നു. മണ്ണും ചാരി നിന്ന പിള്ളയ്ക്ക് പത്തനംതിട്ട. വെള്ളം കോരിയും വിറക് വെട്ടിയും കുഴഞ്ഞ സുരേന്ദ്രൻ പുറത്ത്. ജയിക്കാൻ വേണ്ടിയല്ല, പണത്തിനാണ് BJPയുടെ സ്ഥാനാർത്ഥിത്വ പിടിവലികളെന്ന നാട്ടുസംസാരം. പക്ഷേ ദേശീയ പാർട്ടികളൊക്കെ ചെയ്യുന്ന ഈ നടപടിക്രമങ്ങൾ ശരിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്ന ചോദ്യങ്ങൾ. ദേശീയ പാർട്ടികൾക്ക് ചേർന്ന് കാണുന്നത് മുല്ലപ്പള്ളി എന്ന KPCC അധ്യക്ഷൻ പരാജയപ്പെടുന്നുവോ? ഗ്രൂപ്പിസത്തിൽ തകരുന്നുവോ കോൺഗ്രസ്? രാഹുൽ പറഞ്ഞ വനിതാ പ്രാതിനിധ്യം എവിടെ? BJP കൂടാരം നിറയെ പദവിക്കായി പായുന്നവരും. കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, CPIM നേതാവ് SK സജീഷ്, KDF നേതാവ് P രാമഭദ്രൻ, BJP നേതാവ് ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകനായി റജി ലൂക്കോസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കാളികളാവും. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസിനോട്. ശ്രീ അനിൽ ബോസ്, കേൾക്കാമെങ്കിൽ. ശ്രീ അനിൽ ബോസ്. ഹലോ. ശ്രീ അനിൽ ബോസ്, അതായത് ദേശം ഭരിക്കുന്ന ഒരു പാർട്ടി, ചോദ്യം കേട്ടില്ല. ദേശം ഭരിക്കേണ്ട ഒരു പാർട്ടി ഏറ്റവും നിർണായകമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെ നടക്കുന്ന 2019 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ രൂപപ്പെടേണ്ട ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. അതാണോ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ കാര്യത്തിൽ അടക്കം എന്നാണ് ചിലർ വിമർശിക്കുന്നത്? അതിനൊരു മറുപടി കൊടുക്കൂ. ഇല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ പ്രദേശത്തെയും സ്ഥാനാർത്ഥികളെ അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കുപോക്കുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ കടമയാണ്, കർത്തവ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ്റെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു. വലിയ വ്യാപകമായ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണ് ഇന്ന് ഉയർന്നു വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ എന്ത് വില കൊടുത്തും ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, മറുവശത്ത് എല്ലാ വഴിവിട്ട നടപടികളിലൂടെയും ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനം. ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ ഇവരുടെ സാമ്പത്തിക ആർഭാടത്തിനൊപ്പം ഞങ്ങൾക്ക് പോരാടാൻ വലിയ പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാവകാശം, ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒന്ന്. രണ്ട്, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇപ്പം 20 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ നിശ്ചയിക്കപ്പെടേണ്ടത്, മൊത്തം UDFൻ്റെത്. അതിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി 4 സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് ഓരോ പ്രദേശത്തിൻ്റെയും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഭാവികമായ ഡിലേ മാത്രമാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ശ്രീ അനിൽ ബോസ്, താങ്കളുടെ പരിമിതി മനസ്സിലാക്കുന്നു. എന്താണ് താങ്കൾ പറയുന്നത് വിജയസാധ്യതകൾക്ക് അനുഗുണമായ ചർച്ചകൾ എന്ന് പറയുന്നത്? അതായത് വലങ്കയ്യായ ബെന്നി ബെഹനാന് ഒരു സീറ്റ് നൽകി, ഇടങ്കയ്യായ T സിദ്ദീഖിന് അടുത്ത സീറ്റിനായി ഉമ്മൻചാണ്ടി പോരാടുന്നു. 16 സീറ്റിൽ 15 ഗ്രൂപ്പിന്, ഒരെണ്ണം KPCC അധ്യക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നു. മീൻസ് KPCC അധ്യക്ഷന്റെ ആളിന് നൽകുന്നു. ഇത് തന്നെയാണ് സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന ഘട്ടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നടന്നത്. ഇങ്ങനെ ഗ്രൂപ്പുകളുടെ വീതം വെപ്പിലെ അടിയാണ് പുറത്ത് സംസാര വിഷയം. താങ്കൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ചോളൂ ശ്രീ അനിൽ ബോസ്. ശ്രീ അജിംഷാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിലുള്ള പ്രത്യേകത, പണ്ട് പ്രിന്റഡ് മീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1-2 ചെറിയ വാർത്തകൾ വരികയും അത് ആളുകൾ വായിക്കുകയും ചെറിയ തർക്കങ്ങൾ ഉയർന്നു വരികയും ചെയ്തതിനു ശേഷം പെട്ടെന്ന് സ്ഥാനാർത്ഥികൾ വന്ന് കളത്തിലിറങ്ങി പ്രവർത്തനങ്ങൾ സജ്ജമാക്കി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് മുൻപുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിരവധി ചാനലുകളാണ്.
അപ്പോൾ ഓരോ ചാനലുകളും അവരുടെ ടാം റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലേറ്റസ്റ്റ് അപ്ഡേഷൻ കൊടുക്കും. അതിന് കിട്ടുന്ന വിവരങ്ങൾ അതിൽ ശരിയുണ്ടാവാം, ഭാഗികമായ ശരികൾ മാത്രം ഉണ്ടാകാം. ചില ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ ആ പൂർണ്ണതയിലെത്തും മുമ്പ് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് വാശിയോടുകൂടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോൾ തന്നെ മുൻകൂർ സ്ഥാനാർത്ഥികൾ ഇന്നവരാകും എന്ന പ്രചരണം ഉണ്ടാകുന്നു. ആ പ്രചരണം ഉണ്ടാകുമ്പോഴുള്ള ഒരു ആശയക്കുഴപ്പമാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതൃത്വം അതിഗൗരവമായി കേരളത്തിലെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ അവശേഷിക്കുന്നത് 4 സീറ്റാണ് കേരളത്തിൽ പ്രഖ്യാപിക്കാനുള്ളത്. ഇന്ന് രാവിലെ മീറ്റിംഗ് കൂടി പ്രഖ്യാപിക്കേണ്ടതാണ്. ആ മീറ്റിംഗ് കൂടുമ്പോൾ ഇത്തരം ചില രണ്ടഭിപ്രായങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഉയർന്നു വരും. ഇന്ന് രാവിലെ 9 മണിക്ക് ജൻപത് 10-ൽ മഹാരാഷ്ട്ര പാർലമെന്റ് സ്ഥാനാർത്ഥികളുടെ നിർണയത്തിന് വേണ്ടിയുള്ള യോഗം നടക്കുകയായിരുന്നു. അതിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അതിനുശേഷം അതേ സമയം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സമ്മേളനങ്ങൾ, റാലികൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. രാത്രി 11 മണിക്ക് ശേഷമേ അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിയൂ. സ്വാഭാവികമായും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാർട്ടി അധ്യക്ഷന്റെ കൺകറൻസ് വേണം, അപ്രൂവൽ വേണം. അപ്പൊ ഇപ്പോ 4 സീറ്റുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ കേരള നേതൃത്വത്തിന് പാർട്ടി ദേശീയ പ്രസിഡന്റിന്റെ മുൻപാകെ വെക്കാനുള്ളത് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു കഴിഞ്ഞു ഓഫീസിൽ. അദ്ദേഹത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്നു എന്ന കേവല താമസത്തിനപ്പുറം മറ്റു കാര്യമില്ല. മറ്റെല്ലാം മാധ്യമങ്ങളിൽ ഓരോ ദിവസവും നമുക്കറിയാമല്ലോ. ശ്രീ അനിൽ ബോസ്, ഈ നേതാക്കന്മാരുടെ പടലപ്പിണക്കവും നേതാക്കന്മാരുടെ സംഘർഷവും അവരുടെ ഗ്രൂപ്പ് താല്പര്യത്തിന്റെയും നിറഞ്ഞ വാർ റൂം പോരാട്ടമാണ് ഈ ദില്ലിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതിനും പാവം മാധ്യമ പ്രവർത്തകരുടെ തലയിൽ വെച്ചുകൊള്ളൂ, അവർ ചുമക്കട്ടെ, അത് നമുക്ക് ശരിയാണ്, അത് കൊള്ളാം, അത് നല്ലൊരു പ്രതിരോധമാണ്. പക്ഷേ ചെന്നിത്തല പകുതിയാക്കി പിണങ്ങിഞ്ഞെത്തുന്നു, മുല്ലപ്പള്ളിയെ പല സമ്മർദ്ദങ്ങളിലും പെടുത്തുന്നു, വയനാട് മത്സരിക്കാൻ വടകര മത്സരിക്കാനടക്കം അതിലൊന്നും അദ്ദേഹം വീഴാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളാൽ കോൺഗ്രസിന്റെ ഉള്ളിൽ പുകയുകയാണ്. ഒരു വലിയ തെരഞ്ഞെടുപ്പ്, ദേശീയ പ്രശ്നം ഉന്നയിച്ച് മത്സരിക്കാനിരിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ വാർ റൂം പോരാട്ടത്തിൽ മാറ്റിക്കളയുന്നത്, മുക്കിക്കളയുന്നത്. ശ്രീ അനിൽ ബോസ്. ശ്രീ അജിംഷാദ്, ശ്രീ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു പോയി, അദ്ദേഹം പിണങ്ങിപ്പോയി, അദ്ദേഹം പ്രതിഷേധിച്ചു പോയി എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ധൃതി വെച്ച് മടങ്ങിപ്പോകാനിടയായത് ഇന്ന് പൊന്നാനിയിൽ UDFന്റെ കൺവെൻഷനിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. CET മുഹമ്മദ് ബഷീറിന്റെ കൺവെൻഷനിൽ. ആ കൺവെൻഷനിൽ പങ്കെടുക്കണം. നാളെ ബെന്നി ബെഹനാന്റെ കൺവെൻഷനിൽ പങ്കെടുക്കണം. അപ്പോൾ ഈ കൺവെൻഷനുകൾ നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഏറ്റ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് മടങ്ങിപ്പോയത്. അല്ലാതെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇതിന്റെ അകത്ത്. 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ ഇപ്പോഴും ആയിട്ടില്ല എന്നത് വസ്തുതയാണല്ലോ. അത് തീർച്ചയായിട്ടും 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ സമർപ്പിച്ച് അദ്ദേഹം വന്നതിന് ശരി താങ്കളുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 4 സീറ്റിൽ ആയിട്ടില്ല. അതിന്റെ സാങ്കേതികത്വം താങ്കൾക്ക് താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞേ പറ്റൂ. പക്ഷേ ആ 4 സീറ്റ് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ദേശീയ പ്രശ്നം ഉന്നയിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 4 സീറ്റിൽ ഇത്തരത്തിൽ രണ്ടഭിപ്രായവും അതിന്റെ സംഘർഷവും രൂപപ്പെടുന്നത്? അവിടെയാണ് ഗ്രൂപ്പും വ്യക്തി താല്പര്യവുമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് സംശയിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെങ്ങനെ തെറ്റു പറയാനാകും? അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ഇല്ലെന്നൊന്നും ഞാൻ നിഷേധിച്ചിട്ട് യാതൊരു കാര്യമില്ല.
കോൺഗ്രസ് പാർട്ടിയെ അറിയുന്ന ആരും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഗ്രൂപ്പില്ല, ഞങ്ങളെല്ലാം സുഗമമായിട്ടാണ് നടക്കുന്നതെന്നല്ല. കോൺഗ്രസ് പാർട്ടിയിൽ വളരെ സ്വാതന്ത്ര്യങ്ങളുള്ള പാർട്ടിയാണ്, ഒന്നിലധികം അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ്, വേറിട്ട നിലപാടെടുക്കുന്ന നേതാക്കളുള്ള പാർട്ടിയാണ്. അതെല്ലാം സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അതാണ് അനിൽ ബോസ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഗ്രൂപ്പ് പോരാട്ടം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഇന്ന് നിർണായകമായ ദേശപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അങ്ങനെ ജയിക്കാനായി ഒരു ദേശീയ പ്രശ്നം ഉന്നയിച്ച് മുമ്പിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്ന രാഷ്ട്രീയ രീതിയാണോ നിങ്ങളുടെ കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെടുന്നത്? അതാണ് എന്റെ സംശയം. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കേരളത്തിൽ ഒരു സിറ്റിംഗ് MP പോലും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അവർ ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക എന്താ ഇറക്കാത്തത്? നിങ്ങൾ BJP-യുമായാണോ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്? അധികാരമില്ലാത്ത കേരള BJP-ക്ക് സമാനമായ രീതിയിലാണോ മത്സരിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് BJP എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഭരണമില്ലെന്നേ ഉള്ളൂ. ആ കേരളത്തിൽ ഭരണമില്ലാഞ്ഞിട്ട് പോലും അവർക്കൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത തർക്കങ്ങൾ, ചർച്ചകൾ അവിടെ ഉണ്ടാകുന്നു. അപ്പം ഒരു പാർട്ടിയിൽ 16 പേർക്കേ മത്സരിക്കാൻ കഴിയൂ കോൺഗ്രസ് പാർട്ടിക്ക്. ആ കോൺഗ്രസ് പാർട്ടിയിൽ 16 പേരെ തെരഞ്ഞെടുക്കാൻ 26 പേരോളമാണ് സെൻട്രൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ, അതായത് 13 പേരടങ്ങുന്ന കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും കേരളത്തിൽ നിന്ന് AK ആന്റണിയും ശ്രീ KC വേണുഗോപാലും മുകുൾ വാസ്നിക്കും അടങ്ങുന്ന 13 പേർ, അവരാണ് സെൻട്രൽ സ്ക്രീനിംഗ് ഇലക്ഷൻ കമ്മിറ്റി. ആ കമ്മിറ്റി മുമ്പാകെ തർക്കമില്ലാത്ത മുഴുവൻ സീറ്റുകളും ഇന്ത്യയിലെ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി സീറ്റുകളിൽ തർക്കമുണ്ടല്ലോ അനിൽ ബോസ്. ആ തർക്കം എങ്ങനെ രൂപപ്പെടുന്നു? ഇത്ര വലിയൊരു ദേശീയ പ്രശ്നം കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് എങ്ങനെ ഇങ്ങനെ തർക്കിക്കാനാകുന്നു എന്നതാണ് എന്റെ ചോദ്യം. കോൺഗ്രസ് തർക്കമില്ല അജിം ഷാദെ. ഒരു മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണ് നല്ലത് എന്ന് 2 അഭിപ്രായം ഉയരുന്നു. ആ 2 അഭിപ്രായം കോൺഗ്രസ് അധ്യക്ഷന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു. കേരള നേതൃത്വത്തിന് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ ഓരോ സ്ഥലത്തെയും സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള 1-2 പേരുകൾ വീതമുള്ള പട്ടിക സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ അനുമതി അദ്ദേഹം പരിശോധിച്ചിട്ട് അതിൽ തീരുമാനമെടുക്കും. ശ്രീ അനിൽ ബോസ് മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം. ഈ ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ പിടിവലിയിൽ വീതം വെച്ച സീറ്റുകളാണല്ലോ ഈ 16. താങ്കൾ തന്നെ അത് ഇൻഡയറക്റ്റായി അംഗീകരിക്കുന്നു. കാരണം ഈ 16-ൽ 15 സീറ്റും വെവ്വേറെ ഗ്രൂപ്പിന് കൊടുക്കുന്നു. അതിൽ ഉമ്മൻചാണ്ടിക്ക് ബെന്നി ബെഹനാനെയും T സിദ്ദീഖിനെയും ആക്കാനായി അമിതോത്സുകതയും ഫൈറ്റും നടത്തുന്നു. ഈ ഗ്രൂപ്പുകളിലൊന്നും നിൽക്കാത്തവർ പുറത്താകുന്നു. ഇങ്ങനെയുള്ള വലിയ നീതികേടുകൾ ഗ്രൂപ്പ് പോരാട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണല്ലോ. എല്ലാ വിധത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അംഗീകരിക്കുന്ന പ്രാതിനിധ്യങ്ങളും ഉൾപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങുന്നത്. അതിൻ്റെ അകത്ത് ഓരോ മണ്ഡലവും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കും. അവിടെ ഓരോ നേതാക്കൾക്കും വ്യത്യസ്തമായ വീക്ഷണവും വിലയിരുത്തലുകളും ഉണ്ടാകുക. ഒരു സ്ഥലത്ത് എക്സാമ്പിൾ ഇപ്പോൾ ആലപ്പുഴയിൽ പല പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പരിഗണിക്കുന്ന പല പേരുകളിൽ ഒന്ന് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനാണ്, അതുപോലെ തന്നെ ഒന്ന് അടൂർ പ്രകാശാണ്. അപ്പോൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ അതിലാർക്കാണ് വിജയസാധ്യത എന്ന് സ്വാഭാവികമായിട്ട് ആലോചിക്കണ്ടേ? അത് 2 അഭിപ്രായമല്ലല്ലോ, 2 പേർ തമ്മിലുള്ള വഴക്കല്ലല്ലോ. ഒരു നേതൃത്വം കൂട്ടായിരുന്ന് ആ നേതൃതല സമിതിയിൽ ചർച്ച ചെയ്യുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? ശരി, നമുക്ക് അതിലേക്കൊക്കെ എത്താം. കാരണം എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ഒരു മറുപടി പറയുന്ന അനിൽ ബോസ് ഇന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നത് പോലെ എങ്ങും തൊടാതെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു പ്രത്യേകം. ശ്രീ ജയസൂര്യൻ, അതായത് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ച ഈ പിടിവലിക്ക് പാപഭാരം ഒരു തരത്തിൽ BJP-യുടെ മുഖത്തേക്ക് അടയുന്നത്, അതായത് ഈ പണം, അത് BJP-യെ കുറിച്ച് നിലനിൽക്കുന്ന ഒരു ആരോപണവുമാണ്. ഈ അമിത പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് മേഖലകളെ ഇങ്ങനെ ഇളക്കി മറിക്കാം എന്ന BJP-യുടെ ഈ ഒരു താല്പര്യം, അങ്ങനെ താല്പര്യം മുന്നോട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർക്കെതിരെ നിൽക്കേണ്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഫൈറ്റ്, വലിയ എഫർട്ട് എടുക്കേണ്ടി വരുന്നത് തങ്ങൾക്ക്. അതാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്കും കൂടിയാലോചനകൾക്കും കാരണം. ഒപ്പം കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഇതുവരെ ഒരു സീറ്റ് പോലും ഇവിടെ നേടാത്ത BJP സീറ്റിനായി നേതാക്കന്മാർ തമ്മിൽ കാടിപിടിയാണെന്ന് അതുകൂടി
ശരിയല്ലേ എന്നതാണ് പ്രസക്തമാകുന്നത്. ശ്രീ ജയസൂര്യൻ. അല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ രസകരമാണ്. ആ സാഹചര്യത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ BJP ചെയ്യുന്നത്. അതായത് കേരളത്തിലെ LDFനും UDFനും കൂടി ഒരൊറ്റ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതില് LDF ജയിച്ചാലും UDF ജയിച്ചാലും ഒരൊറ്റയാളെയാണ് പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നത്, രാഹുൽ ഗാന്ധിയെ. അത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് അവർ പരസ്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ആന്തരിക വൈരുദ്ധ്യം കേരളത്തിൽ LDFന്റെയും UDFന്റെയും ഇടയിൽ ഉയർത്തുന്നുണ്ട്. ആ ആന്തരിക വൈരുദ്ധ്യങ്ങളുടെ സംഘർഷമാണ് ഇപ്പോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു ഒരുക്കമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ഒരു സഖ്യം, അതായത് CPM കോൺഗ്രസ് സഖ്യം എന്നുള്ളത് എത്രമാത്രം അപഹാസ്യമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കിട്ടുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഉചിതമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ വേണ്ടി വളരെ ഭദ്രമായിട്ടുള്ള ശ്രീ ജയസൂര്യൻ ഇങ്ങനെയൊക്കെ തേച്ചുമിനുക്കിയ വാക്കുകൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാലും ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനമുണ്ട്. അവരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അത് മനസ്സിലാക്കണം. അതിനോട് വിദഗ്ധമായി പ്രതികരിക്കുകയും അതിനോട് സംവദിക്കുകയും ചെയ്യുന്നതാകണം നിങ്ങളുടെ പ്രതികരണം. MT രമേശ് പോയി പത്തനംതിട്ടയ്ക്ക് വേണ്ടി പിടിവലി കൂടി. സുരേന്ദ്രൻ അവിടെ വെള്ളവും വിറകും വെട്ടി പത്തനംതിട്ടയുടെ അറിയാമല്ലോ ഒരു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇതൊക്കെ വോട്ടാക്കാമെന്ന വലിയ പ്രതീക്ഷയിൽ വലിയ അർത്ഥത്തിൽ നിന്നതാണ്. നിയമവിരുദ്ധമായ പ്രവർത്തികൾ പോലും ചെയ്ത് അതിന്റെ പേരിൽ ജയിൽവാസമൊക്കെ അനുഭവിച്ചു. അങ്ങനെ സുരേന്ദ്രൻ നിൽക്കുന്നു. ആ സുരേന്ദ്രനെ വെട്ടിയിട്ട് ഇപ്പോൾ അവിടെ പത്തനംതിട്ടയിൽ ഒരിക്കൽ പോലും പ്രവേശിക്കാത്തതെന്ന വിവാദം സജീവമായിരുന്ന പിള്ള ഇപ്പോൾ ശ്രീധരൻ പിള്ള ഇപ്പോൾ പത്തനംതിട്ടയ്ക്കായി പിടിയാണ്. ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഈ പിടിവലി എന്തിന്? MT രമേശ് സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് പോയെന്നാണ് അറിവ്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥി ഉപേക്ഷിച്ച് പോയെന്നാണ് അറിവ്. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് താങ്കൾ പറയുന്നത് കൂടുതൽ പരുങ്ങലോടെ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയോടെ വലുതായി പുലി പിൻവാങ്ങുന്നത് വലിയൊരു ചാട്ടത്തിനാണെന്നൊക്കെ അർത്ഥത്തിൽ നിങ്ങൾ വിശദീകരിക്കുന്നത് ഇതിനെയാണ്. അല്ല, ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അതല്ലേ. ഇപ്പൊ ഇന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്ന ടൈംസ് നൗവിന്റെ സർവേയില് വളരെ വലിയ കുതിച്ചുചാട്ടം കേരളത്തിൽ BJP ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലം എടുത്തു നോക്കും. ഏത് മുന്നണിയിലും LDFലും UDFലുമുള്ള ജനങ്ങളോട്, അവിടുത്തെ പ്രവർത്തകരോട്, അതിന്റെ ലീഡേഴ്സിന്റെ കുടുംബാംഗങ്ങളോട് ഒക്കെ സംസാരിക്കും. അപ്പൊ അവർ പറയും ഒരു വലിയ മാറ്റം കേരളത്തിൽ വരാൻ പോകുന്നു. LDFും UDFും അല്ല ഇത്തവണ NDAക്കാണ് ഞങ്ങളുടെ വോട്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാറ്റം കേരളത്തിലെ ജനത ഉൾക്കൊണ്ട് കഴിഞ്ഞു. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രീ ജയസൂര്യൻ ആ ആത്മവിശ്വാസമൊക്കെ തോൽക്കുന്നവർക്കും ജയിക്കുന്നവർക്കും ഒക്കെ ചേർന്നതാണ്. അതല്ല ചോദിക്കുന്നത്. ഇങ്ങനെ ആത്മവിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിൽ ഈ നേതാക്കന്മാർ തമ്മിൽ ഈ കടിപിടി എന്തിന്? ഈ സീറ്റിനെ കുറിച്ച് ഒരു ഒരു ദേശീയ പാർട്ടിക്ക് ഒന്നാമത്തെ വിജ്ഞാപനം ഇറങ്ങി. എന്നിട്ട് പോലും നിങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാകുന്നില്ല. 10 ദിവസത്തിൽ കൂടുതലായി LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവരുടെ 2ാം റൗണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. അപ്പോഴാണ് BJP ഇത്തരത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ തർക്കം ഉന്നയിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാകുന്നത് ജയിക്കാനല്ല എന്ന് അവർക്കറിയാം. എന്നിട്ട് പോലും പണത്തിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന ഘട്ടമെത്തി. ഇപ്പോഴും ജയസൂര്യൻ ഇതൊക്കെ പറഞ്ഞാണോ ഇരിക്കുന്നത്? LDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ഒരു സീറ്റിനെ കുറിച്ച് അവർക്ക് കേരളത്തെ കുറിച്ച് പറയാം. നമുക്ക് കേരളത്തെ കുറിച്ചാണല്ലോ 20 സീറ്റ് ചിന്തിച്ചാൽ മതി. BJPക്ക് അതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം 465 സീറ്റുകളുടെ കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കാൻ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇന്നിപ്പോ മനോഹർ പരീക്കറിന്റെ മരണം സംബന്ധിച്ചുള്ള ഒരു ദിവസത്തെ താമസം മാത്രമേ ഉണ്ടായുള്ളൂ. ഏതാണ്ട് നാളെ മറ്റന്നാൾ കൊണ്ട് ചിത്രം വ്യക്തമാകും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ചിത്രമാണ് എന്നോർക്കണം. LDFനെ സംബന്ധിച്ച് കേരളത്തിന്റെ ഉള്ളിൽ 20 സീറ്റ് അത് മാത്രം നോക്കിയാൽ മതി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഒരു 100 സീറ്റിന്റെ കാര്യം പോലും ചിന്തിക്കേണ്ടതില്ല. പക്ഷേ BJP 450-ലധികം സീറ്റുകൾ സ്വന്തമായിട്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങൾ വേണം, ചർച്ചകൾ വേണം. അതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. മാത്രമല്ല, സമയം പോയിട്ടൊന്നുമില്ല.
വൈകിപ്പോയിട്ടുമില്ല. കേവല ഭൂരിപക്ഷം കടന്നാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ പിന്നോട്ടായി. വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് BJPയുടെ ഈ വാദഗതി എന്നത്. രാഷ്ട്രീയ പരിജ്ഞാനമുള്ളവർക്ക് അങ്ങനെ വിഴുങ്ങാനാകില്ല, ഇടപെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ജയസൂര്യൻ വരാം, തിരിച്ചെത്താം. ശ്രീ എസ് കെ സജീഷ്, അതായത് BJPയിലും കോൺഗ്രസിലും സ്ഥാനാർത്ഥിത്വ നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ജനാധിപത്യപരമായി ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി ഓരോ പാർട്ടികളും സ്വീകരിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാനാവുന്നുണ്ടോ? അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ അവർ നിൽക്കുകയാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്നില്ല. 4 സീറ്റുകളുടെ കാര്യത്തിൽ ഇനിയും ഒരു ധാരണയാകാൻ അവർക്ക് പറ്റിയിട്ടില്ല. അവരിപ്പോഴും പരസ്പരം ഗ്രൂപ്പ് തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിനകത്ത് ഒരു മത്സരം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കാഴ്ചവെക്കാൻ കഴിയും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്ക് കേരളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇല്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ചിട്ടയായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. 1ാം ഘട്ട പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലം കമ്മിറ്റികളും പ്രാദേശികമായിട്ടുള്ള എല്ലാ കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തനം ചിട്ടപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. കാരണം നമ്മുടെ രാജ്യം വലിയ അപകടത്തിലാണ്. ശ്രീ ജയസൂര്യൻ പറഞ്ഞതുപോലെ BJP ഒരു സേഫ് സോണിൽ നിൽക്കുകയൊന്നുമല്ല ഈ രാജ്യത്ത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കാരണം നമുക്കറിയാം, അവർ ഇന്ത്യയിലെ അവരുടെ ഉറച്ച സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പരാജയം നേരിട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ടു വന്ന പ്രാദേശിക സഖ്യങ്ങൾ, പ്രാദേശിക പാർട്ടികളുടെ സഖ്യങ്ങൾ, അത് BJPക്ക് കനത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ സീറ്റ് ലഭിച്ച സ്ഥലങ്ങളിൽ പോലും അവർ ശക്തമായി പുറകോട്ട് പോകാൻ വേണ്ടി പോകും. അതിന്റെ കാരണം ഈ രാജ്യത്തെ അപകടത്തിലാക്കുന്ന അവരുടെ നയങ്ങളാണ്. അത് ജനങ്ങളാകെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സജേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫാക്ച്വൽ എറർ ജയസൂര്യൻ പറഞ്ഞു. UDFനും LDFനും ഒരേ താല്പര്യമാണ് കേരളത്തിൽ, അത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണെന്ന്. അത് ശരിയാണോ? അല്ല, ജയസൂര്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതേ പറയാൻ വേണ്ടി പറ്റൂ. കാരണം അവർക്ക് അധികാര താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അധികാരത്തിന് വേണ്ടി ഓപ്പറേഷൻ കമല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു വെച്ചിട്ട് ഓരോ ദിവസവും BJP കോൺഗ്രസിന്റെ MLAമാരെയും അതുപോലെ തന്നെ നേതാക്കന്മാരെയും വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിലക്ക് വാങ്ങുമ്പോൾ അതിന് നിന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന കുറെ കോൺഗ്രസ് നേതാക്കന്മാരും. ഇതാണ് രാജ്യത്ത് കാണുന്നത്. ജനാധിപത്യത്തിൽ BJPക്ക് ഒരിക്കലും ജയിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അണിചേരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. ഞാൻ പറഞ്ഞു വന്ന അതാണ്, ഈ രാജ്യത്ത് അവർ കർഷകരുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സമസ്ത ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉയർത്തി BJPയുടെ നയത്തിനെതിരായി രാജ്യത്ത് ജനത സംഘടിച്ചിട്ടുണ്ട്. അവർ BJPയെ തോൽപ്പിക്കും. ആ നയം തന്നെ പിന്തുടരുന്ന കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഈ നയത്തിനെ രണ്ടു കൂട്ടരെയും, കോൺഗ്രസ് തുടർന്ന നയമാണ് BJPയും തുടരുന്നത്. ആ നയം ശക്തമാണ്. അതിന്റെ അനുഭവമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ദുരിതമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ബദൽ സൃഷ്ടിക്കുക എന്ന 2004 പോലെ തന്നെ BJP അധികാരത്തിലുണ്ടായിരുന്നു, 5 വർഷം പൂർത്തീകരിച്ചിരുന്നു. 2004 തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ വാദങ്ങളെല്ലാം കോൺഗ്രസും BJPയും നിരത്തിയപ്പോ നമ്മൾ കേരളത്തിൽ കണ്ടതെന്താണ്? BJP സ്ഥാനത്തേ ഇല്ല, അവർ അധികാരത്തിൽ നിന്ന് പോയി. കേരളത്തിൽ മുഴുവൻ സീറ്റുകളും, ഒരു സീറ്റ് ഒഴികെ മുഴുവൻ സീറ്റിലും UDF പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവരും പരാജയപ്പെട്ടു. ഇതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കോൺഗ്രസ് എന്നതായിരുന്നു അന്നത്തെയും സാഹചര്യം. ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ കടിപിടികൾ എല്ലാം ആയപ്പോ പൂർണ്ണമായും UDFനെ തോൽപ്പിച്ചു കേരളത്തിലെ ജനത. പകരം കേന്ദ്രത്തിൽ സംഭവിക്കേണ്ടത് രാമഭദ്രനിലേക്ക്. ശ്രീ രാമഭദ്രൻ,
സജേഷ് തന്തിരിച്ചെത്താം. ശ്രീ പി രാമഭദ്രൻ, അതായത് 33% സംവരണം വനിതകൾക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നൽകണം എന്നതടക്കമുള്ള വലിയ ആവേശമാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നടത്തിയതും ചെയ്തത്. പക്ഷേ ഇവിടെ ഷാനിമോൾ ഉസ്മാനോട് പോലും ആ നീതി കാട്ടുന്നില്ല. ഷാനിമോൾ ഉസ്മാൻ ഒരുപക്ഷെ ആവശ്യപ്പെടുന്ന വയനാട് സീറ്റ് നൽകാൻ തയ്യാറാകുന്നില്ല. അവരെ ആലപ്പുഴയ്ക്ക് ഓടിക്കുകയാണ്. ആലപ്പുഴയിലാകട്ടെ പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. താങ്കളുടെ കൂടി പാർട്ടിയായ കോൺഗ്രസ് ഇങ്ങനെ പെരുമാറുന്നതിനെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനം എങ്ങനെയാണ് കാണുന്നത്? അത് താങ്കൾക്ക് പറയാമല്ലോ. അല്ല, അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കൈരളി പീപ്പിൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന മുല്ലപ്പള്ളി പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യമാണ്. മുല്ലപ്പള്ളി അല്ല, ഏത് പുള്ളി വന്നാലും ശരി ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. കരുത്തനായ KPCC പ്രസിഡന്റ് എന്ന് നാമെല്ലാം കരുതിയ, ഞാൻ വിശ്വസിച്ച VM സുധീറിന് വിജയിക്കാൻ പോലും കഴിഞ്ഞില്ല. ഗ്രൂപ്പില്ലയോ യാതൊരു രക്ഷയില്ല. മുല്ലപ്പള്ളിക്ക് ഗ്രൂപ്പില്ല. മുല്ലപ്പള്ളി വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. മുല്ലപ്പള്ളിക്ക് ആകെ നടന്ന ഒരു കാര്യമുള്ളൂ, കാസർഗോഡ് സീറ്റ് രാജ്മോഹൻ ഉണ്ണിത്താന് വാങ്ങിച്ചു കൊടുത്തു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകളെല്ലാം വഴിമാറി ഇപ്പം വ്യക്തിഗതമായിട്ട് ചർച്ച മാറിയിട്ട് എൻ്റെ ഇന്ന ആളിന് സീറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നതിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ആ എൻ്റെ ഇന്ന ആൾ എന്നുള്ള കാര്യത്തിൽ വരുമ്പോഴാണ് ഓരോ സീറ്റിലേക്കും ഓരോ ആളുകൾ വരുന്നത്. ഇപ്പോൾ TM പ്രതാപൻ വന്ന്, ആരുടെയും ഗ്രൂപ്പിലൊന്നും അല്ല TM പ്രതാപൻ വന്നത്, രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത്. അദ്ദേഹം ഒരു ഗ്രൂപ്പിലും പ്രതിനിധിയായിട്ടല്ല വന്നത്. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് ഒരു പേര് മലപ്പുറം DCC പ്രസിഡന്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിൽ VM സുധീരനാണ്. അവിടെ ശ്രീ AK ആന്റണി ഒന്ന് പിടിച്ചു നോക്കിയ VV പ്രകാശ് AK ആന്റണി പിടിച്ചു നോക്കിയിട്ട് ഏറ്റില്ല. ഏക്കാത്തതിന്റെ കാരണം തെന്നല ബാലകൃഷ്ണപിള്ള സാറിന് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള അതേ രീതിയിലാണ് ഇപ്പൊ ആന്റണി സാറിന്റെ ഡൽഹിയിലെ അവസ്ഥ. അപ്പൊ ഇപ്പം എന്ന് പറയുന്ന കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള ആള് എന്ന നിലയിൽ, ഞാനൊരു കോൺഗ്രസിന്റെ പഴയ പ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണ്, ഉമ്മൻചാണ്ടി, VM സുധീരൻ, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കലും അങ്ങ് കോൺഗ്രസ് അല്ല, അങ്ങ് പഴയ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതല്ലാതെ അങ്ങ് കോൺഗ്രസ് അല്ല. ആന്റണിയെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായ ഒരാളെ ഇകഴ്ത്തി അല്ലല്ല, അതൊക്കെ KPCCയുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ വന്ന് പറയില്ലല്ലോ. അപ്പൊ അദ്ദേഹം പണ്ട് എളംകുളം ശ്രീ AK ആന്റണിയെ ഞാൻ താഴ്ത്തിക്കെട്ടത്തില്ല. മരിക്കുന്നത് വരെ ഞാൻ ശ്രീ AK ആന്റണിയെ താഴ്ത്തിക്കെട്ടത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ദയനീയ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ഒരു കാരണവശാലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ വ്യക്തികളും ഈ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരിത്രയും മത്സരിക്കണമെന്നുള്ളതുകൊണ്ട്. ഇവരാരും മത്സരിക്കാൻ തയ്യാറല്ല. അവരെല്ലാം ഉടനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള വേഷവും കെട്ടി നടക്കുക. എങ്ങനെ രമേശ് ചെന്നിത്തലയെ തകർക്കാമെന്നുള്ള ഗൂഢാലോചനയാണ് അവരുടെ കയ്യിലുള്ളത്. ഇതൊക്കെ ഈ വസ്തുതയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിലെ ഈ ചക്രത്തിൽ പോരാട്ടം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പിന്നെ വനിതാ പ്രാതിനിധ്യം ഒക്കെ പ്രസംഗിക്കാൻ വളരെ എടുക്കുക. എന്തായാലും ഈ രണ്ട് വനിതകൾക്ക് ഇപ്പൊ സീറ്റ് കൊടുക്കും, യാതൊരു സംശയവും വേണ്ട. അത് ഒന്ന് ആലത്തൂർ സീറ്റാണ്. ആലത്തൂർ സീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് 3 രീതിയിലുള്ള പരിഗണന വരും. ഒന്ന്, ആ കുട്ടി യുവജന നേതാവാണ്. 2 പട്ടികജാതിയാണ്. 3 വനിതയാണ്. അപ്പൊ 3 അക്കൗണ്ടിലേക്ക് ആ സീറ്റ് പോകും. ഇനി ഷാനിമോൾ ഉസ്മാൻ വരും. ഷാനിമോൾ ഉസ്മാൻ വരുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ ഏറ്റവും അവസാനം വഹിച്ചിരുന്ന സ്ഥാനം AICC സെക്രട്ടറിയാണ്. ഷാനിമോൾ ഉസ്മാന് സീറ്റ് കൊടുക്കണം, നല്ലതാണ്. വയനാട് സീറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ കൊടുക്കത്തില്ല. ഉമ്മൻചാണ്ടിയുടെ ചാവേറായ സിദ്ദീഖിനെ അവിടെ നിർത്തും. ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിൽ വെട്ടിയതിന്റെ പ്രതികാരം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് ഉമ്മൻചാണ്ടി ഇരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ വിജയമാണ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെ കൊണ്ടുവന്നത്. ഇനി അദ്ദേഹം വെട്ടിപ്പിടിക്കാൻ പോകുന്ന വയനാട് സീറ്റാണ്. ആ വയനാട് സീറ്റ് പരമ്പരാഗതമായിട്ട് ഐ ഗ്രൂപ്പിന്റെ കയ്യിരിക്കുന്ന ആ സീറ്റ് വെട്ടിപ്പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.
ഇത് മനസ്സിലാക്കാതെ, കഥയറിയാതെ, അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നേക്കായി നല്ലതുപോലെ ഡൽഹിയിൽ ഇപ്പോൾ ഉള്ള അനിൽ ബോസ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് അനിൽ ബോസ്. അനിൽ ബോസ് എത്ര എതിർത്താലും ശരി, ഞാൻ അനിൽ ബോസിനെ എതിർക്കത്തില്ല. കാരണം രണ്ടാം നിരയിലുള്ള ചെറുപ്പക്കാരായ എത്ര പേർക്ക് സീറ്റ് കിട്ടി? ഇന്നും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഒക്കെ ഉൾപ്പെട്ട 70 യുവജന നേതാക്കന്മാർ തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ യുവജന നേതാക്കന്മാർ. വടകരയിലേക്കൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേര് വന്നതിനൊക്കെ അത് പരിഗണിക്കുന്നില്ല, വനിതയെ പരിഗണിക്കുന്നില്ല, ചെറുപ്പക്കാരെ പരിഗണിക്കുന്നില്ല, വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നില്ല. 70 യുവജന നേതൃത്വത്തിന്റെ പേരും പറഞ്ഞാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കോൺഗ്രസിലെ ചെറുപ്പക്കാർ ഉണരണം. കോൺഗ്രസ് നന്നാകണമെങ്കിൽ വനിതകൾ ഉള്ളതാണ്. മഹിളാ കോൺഗ്രസുകാർക്ക് പ്രാതിനിധ്യമില്ല, INTUCക്ക് പ്രാതിനിധ്യമില്ല, സേവാദളിന് പ്രാതിനിധ്യമില്ല, കോൺഗ്രസിന്റെ ദളിത് സംഘടനയ്ക്ക് പ്രാതിനിധ്യമില്ല. ഇതിനൊന്നും പ്രാതിനിധ്യമില്ലാതെ കുറെ ആളുകളുടെ വ്യക്തികളുടെ ആളുകളെ മാത്രം പ്രതിഷ്ഠിക്കാനാണ് നടത്തുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കഴിയുന്നില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ RMP പോലുള്ള ഈർക്കൽ പാർട്ടികൾ ഇടപെടുന്നു. അവര് ചോദിക്കുന്നു വടകരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്. എവരാണോ തീരുമാനിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന്? വടകരയിൽ P. ജയരാജനെ പോലെ കരുത്തനായ ഒരു നേതാവിന്റെ മുമ്പിൽ അതുപോലെ അദ്ദേഹത്തിന് എതിർക്കാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തണം. എന്തുകൊണ്ട് നിർത്തുന്നില്ല? അതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുകളി ഉണ്ടോ? അതേ വ്യക്തിപരമായ വൈരാഗ്യങ്ങളാണോ? കോൺഗ്രസിനെ നശിപ്പിക്കുകയാണോ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കോൺഗ്രസ് ആണോ അല്ലയോ എന്നുള്ള എന്റെ ജാതകവും സർവേ നമ്പരും ഒന്നും എന്റെ പ്രിയപ്പെട്ട അനിയൻ അനിൽ ബോസ് പരിശോധിക്കേണ്ട. അത് ഉന്നതരായ ആളുകൾ പരിശോധിച്ചും KPCC AICC നോക്കിക്കോളും. കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കോൺഗ്രസിന്റെ ചെലവിൽ കഴിഞ്ഞിട്ടുമില്ല, ഇനിയൊട്ട് കഴിയാനും ആഗ്രഹിക്കുന്നില്ല. ശരി, ശ്രീ റജി ലൂക്കോസ്, വളരെ ഇതിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളടക്കം ഉള്ളറിയാവുന്ന ചില പറച്ചിലുകളാണ് വളരെ രാഷ്ട്രീയ പ്രസക്തമായി ശ്രീ P. രാമഭദ്രൻ മുമ്പോട്ട് വെച്ചത്. എങ്ങനെയാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ഈ തമ്മിത്തല്ലും സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാനാകാത്ത ഈ ദൗർബല്യത്തെയും ഇതുവരെയുള്ള ദൗർബല്യത്തെയും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട അനിൽ ബോസിന്റെ ഫ്രണ്ടാണ്. അനിൽ ബോസിന് ആലപ്പുഴയിലെ പരിഗണനാ ലിസ്റ്റിൽ അനിൽ ബോസിനെ പരിഗണിച്ചു എന്നുള്ള എനിക്ക് കിട്ടിയ അറിവിനെ ഞാൻ അദ്ദേഹത്തിന് അനുവദിക്കുന്നു. ആറ്റിങ്ങൽ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമില്ലായ്മയാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഇവിടെ അവകാശപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഇലക്ഷനിൽ പ്രഖ്യാപിച്ച 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP എന്ന് പറയുന്ന ദുർഭൂതത്തെ ഓടിക്കാനായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ബദൽ ശക്തിയായിട്ട് കോൺഗ്രസ് തിരിച്ചു വരും, അതിനുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിലെ നിയമസഭാ ഇലക്ഷൻ മുതൽ പ്രചരണങ്ങൾ നടത്തിയ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചന. അവർ തിരിച്ചു വരികയില്ലെന്നോ അവർക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാകില്ല നമുക്കെല്ലാം അറിയാം. പക്ഷെ അവർ ജനാധിപത്യം അവരന്ന് അറിയുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും പൗരാവകാശത്തെയും വെല്ലുവിളിച്ച അന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭയ്ക്കും ഗവൺമെന്റിനുമെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതിനേക്കാളും ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ കൊണ്ട് ഭയന്നോടുകയും ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് താൻ പ്രമാണത്തെ കാണിക്കുന്ന എസ്പെഷ്യലി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മുഖം കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ 10-12 ദിവസങ്ങൾക്ക് മുൻപേ കണ്ടെത്തിയിട്ട് പോലും അവർ പ്രചരണത്തിൽ 2ാം ഘട്ടം പൂർത്തീകരിച്ച് 3ാം ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിവിടെ പുറപ്പെടുവിച്ചിട്ട് പോലും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ കാലങ്ങളായിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാനായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഇന്നിവിടെ ഒളിച്ചോടിക്കൊണ്ട് തങ്ങൾ നാണം കെട്ട് പരാജയപ്പെടുമെന്നുള്ള ഭീതി കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതെ കണ്ട് ഒളിച്ചോടിയ ഒരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ ആ ഉത്തരവാദിത്വത്തിലേക്ക് തന്നെ വീണ്ടും കിടക്കുകയാണ്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവർ പഴിചാരുന്നത്, ഇവർ വോട്ട് ചോദിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇപ്പൊ BJPയെ സംബന്ധിച്ചോളം നമുക്ക് ദയനീയാവസ്ഥ കാണാം. BJPയിൽ ഒരു ഫയർ ബ്രാൻഡ്
കഥാപാത്രമായിട്ട് ഇവര് തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കെ സുരേന്ദ്രന്റെ ഇരട്ടമുഖം കേരളം തിരിച്ചറിഞ്ഞു. അത് അജിംഷാദ് അറിയോ? കെ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ 15 ദിവസമായിട്ട് പിന്നെ അവിടുത്തെ വ്രതം കുറയ്ക്കണമെന്നും സ്ത്രീകളെ പ്രവേശിക്കണമെന്നും നിരന്തരമായി പോസ്റ്റ് ഇട്ട കെ സുരേന്ദ്രൻ ഈ പ്രശ്നം ആളിക്കെത്തുമ്പോൾ രംഗത്ത് വന്ന് ജയിൽവാസം അനുഷ്ഠിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സുപ്രീം കോടതി വിധിയെ പോലും വെല്ലുവിളിക്കുകയും ചെയ്ത കെ സുരേന്ദ്രന്റെ ഇരട്ടമുഖം കേരളത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു ഭയമാണ് ഇന്ന് സത്യത്തിൽ RSSന്റെ നേതൃത്വത്തിൽ ഇയാൾക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുക്കുന്നതിന് മടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു പോയിന്റ്. ഇവരെല്ലാവരും സുരേന്ദ്രനെ മാത്രമല്ല അതിനകത്ത് ചില സാമുദായിക സമവാക്യങ്ങളുടെ പ്രശ്നമുണ്ട്. രണ്ടാമത് പത്തനംതിട്ട പറഞ്ഞുകൂടാ, ജാതി ഉണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് പത്തനംതിട്ട PS ശ്രീധരൻപിള്ളയെ RSS നിയോഗിച്ചു. RSS ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. നിയോഗിച്ചെങ്കിലും കൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന വ്യക്തി വൈകുന്നേരത്തെ വാർത്തയിലൂടെ നമ്മൾ ഇടം പിടിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും PS ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നും എനിക്ക് വേണമെന്നും. അപ്പോൾ ഏകഛത്രാധിപതിയെ പോലെ ഒരു രാജഭരണത്തിന്റെ സ്റ്റൈലിൽ ഭരിക്കുന്ന ഈ BJPക്ക് പോലും തങ്ങളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. അവിടാണ് ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചറിയേണ്ടത്. ഈ കാവ്യനീതി ഇവർ അനുഭവിക്കുകയാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനങ്ങൾ, ഈ കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ പോയാലും പ്രതിപക്ഷ ഏകോപനങ്ങൾ ഇവിടെ ഒത്തൊരുമിച്ചുകൊണ്ട് ഇവരെ തൂത്തെറിയാനുള്ള എല്ലാ പ്രവർത്തനം. അനിൽ ബോസ്, ഇവിടെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നത് ഇതാണ്. അതായത് RMB പോലും പിന്തുണ പിൻവലിക്കും, അല്ലെങ്കിൽ പിന്തുണ സംബന്ധിച്ച് നൽകിയത് പുനഃപരിശോധിക്കേണ്ടി വരും. കാരണം സജീവ് മറോളിയും പ്രവീൺ കുമാറും ഒക്കെയാണ് അവർക്ക് ദുർബലരായ സ്ഥാനാർത്ഥികളാണ് വടകരയിൽ. ഇങ്ങനെ ഒരു കാര്യം ഉയരുമ്പോഴാണ് RMB പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് സമ്മർദ്ദം ചെലുത്താനോ ആയി ഉയരുന്നു എന്നൊരു വിമർശനം ഒരു പഴയ കോൺഗ്രസ്സുകാരൻ കൂടിയായ ശ്രീ P. രാമഭദ്രൻ ഉന്നയിച്ചത്. ഒരു കാര്യം, എന്തിനാണ് മുല്ലപ്പള്ളിയെ വടകരയിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നത്? ശ്രീ അനിൽ ബോസ്. RMB കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപാർട്ടി നടപടികളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമുള്ളതായി എനിക്കറിയില്ല, എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് എവിടുന്ന ഈ വിവരം എന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിനെ നിങ്ങൾ പത്തനംതിട്ടയിൽ അസംബ്ലിയിൽ മത്സരിപ്പിച്ചത്? ആ ഒരു സഭയുടെ ട്രസ്റ്റിയുടെ ഭാര്യ എന്നതിനപ്പുറം എന്ത് പാർട്ടി ബന്ധമാണ് വീണ ജോർജ്? അങ്ങനെ മാധ്യമ പ്രവർത്തകയൊക്കെയാണ്, അതിനൊന്നും എനിക്ക് വിരോധമില്ല. വടകരയെ കുറിച്ചാണ്. വടകരയിൽ എന്തുകൊണ്ട് മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന സമ്മർദ്ദം രൂപപ്പെടുന്നു? വടകരയെ കുറിച്ചൊക്കെ പറയാം. വടകരയെ കുറിച്ച് അജിംഷാദെ വടകരയെ കുറിച്ച് പറയാം. എന്റെ മറുചോദ്യങ്ങളും കൂടെ എനിക്ക് പറയട്ടെ. അപ്പോ ഇന്നസെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച അദ്ദേഹത്തിന് ഇത്തവണ നിങ്ങൾ ചുറ്റിക്കാരുവാൾ നക്ഷത്രം കൊടുത്തു. എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവസരവാദ സമീപനം? അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ പാരമ്പര്യമുണ്ട്. ഒപ്പം അദ്ദേഹം കേരളം അറിയപ്പെടുന്ന കലാകാരനാണ്. ഇന്നസെന്റ് നല്ല MP ആയിരുന്നു. കലാകാരന്മാരെ മത്സരിപ്പിച്ചോളൂ, മാധ്യമ പ്രവർത്തകരെ മത്സരിപ്പിച്ചോളൂ, എനിക്ക് അതിനൊന്നും വിരോധമില്ല. മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഒരു വിപ്ലവകരമായ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടി, ആ പാർട്ടി ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവസരം കൊടുത്ത് കൊണ്ടുവയ്ക്കും. അതിനൊന്നും വിരോധമില്ലെന്നേ. എനിക്കെന്ത് വിരോധം? വിപ്ലവ പാർട്ടിയുടെ പാരമ്പര്യം തന്നെയാണ് ഇന്നസെന്റിനുള്ളത്, താങ്കൾക്ക് അറിയാമല്ലോ. വർഗീയ രാഷ്ട്രീയം അല്ല, അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ രാഷ്ട്രീയം പാടില്ല. എവിടെയാണ് ജാതി രാഷ്ട്രീയമാണ് അജിംഷാദെ. അവർ സമൂഹത്തിന്റെ ഭാഗങ്ങളല്ലേ? അല്ലല്ല, കേരളത്തിലെ ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കരുത്. കേരളത്തിലെ ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കരുത്. ഇവിടെ ഇടതുപക്ഷ മുന്നണി CPM കൊള്ളാവുന്ന പ്രവർത്തകരില്ലേ? CPM നേതാക്കന്മാരില്ലേ? പ്രദേശത്തെയും ജാതി സമവാക്യങ്ങൾ ശ്രീ അനിൽ ബോസ്, ഞാൻ പറയുന്നത് ഇതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇതാണ്. നിങ്ങൾ എതിരാളികളായി വരേണ്ടവർക്ക് മുന്നോട്ട് വെക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ഇത് പ്രഖ്യാപിച്ചിട്ട് 11 ദിവസമായി. എതിരാളികളായ നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ കണ്ടിട്ട് പോലും സജ്ജമായിട്ടില്ല. ആ കാര്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ഒരു പാർട്ടി രൂപപ്പെടുത്തേണ്ട രാഷ്ട്രീയ രീതിക്ക് ഭൂഷണമാണോ എന്ന ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ അനിൽ ബോസ്. എന്റെ ചോദ്യം ഇതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി മത്സരിക്കരുത് എന്ന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ ഈ മുല്ലപ്പള്ളിക്കായി എന്തിന് വടകര
എന്നതിൽ സമ്മർദ്ദം രൂപപ്പെടുന്നു. എന്റെ ചോദ്യം അതാണ്. അനിൽ ബോസ് പ്ലീസ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിലവിൽ ഇവിടെ രാമഭദ്രൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? AK ആന്റണി മാറിക്കൊടുക്കുന്നില്ല, വയലാർ രവി മാറിക്കൊടുക്കുന്നില്ല, മുല്ലപ്പള്ളി മാറിക്കൊടുക്കുന്നില്ല, VM സുധീരൻ മാറിക്കൊടുക്കുന്നില്ല, 70 കഴിഞ്ഞിട്ട് ഇവർ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ രമ്യ ഹരിദാസിന് എന്താണ് പ്രായം? ഞങ്ങളുടെ ഹൈബീഡൻ എന്താണ് പ്രായം? ഞങ്ങളുടെ VK ശ്രീകണ്ഠൻ എന്താണ് പ്രായം? അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ ഡീൻ കുര്യാക്കോസിന് എന്താണ് പ്രായം? ഞങ്ങൾ നല്ല രാഷ്ട്രീയ തഴക്കമുള്ള വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ കഴിവ് തെളിയിച്ച ആളുകളെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തുന്നത്. ഇനി ഷാനിമോൾക്ക് എന്താ വയലാർ രവിയോട് നേതാക്കളെ ഞങ്ങൾ ഇറക്കുമ്പോൾ ഒരു വശത്ത് ശരി ശരി അല്ലല്ല അതൊക്കെ ഞങ്ങൾ ഡീൻ കുര്യാക്കോസിന്റെ പ്രായം എന്താ? ഡീൻ കുര്യാക്കോസിന്റെയും രമ്യ ഹരിദാസിന്റെയും പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ആലപ്പുഴ ആലപ്പുഴയിലെ ഒരു 150 കോൺഗ്രസുകാരോട് ഞാൻ ചോദിച്ചു, ആലപ്പുഴയിൽ ആര് നിന്നാ ജയിക്കും? എന്നോട് പറഞ്ഞു ആളുകളുടെ പേര് പറയണോ, നമ്മൾ തമ്മിൽ സ്വകാര്യമായിട്ട് പറയാം. എന്റെ അടുത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു KC വേണുഗോപാൽ അല്ലാതെ ആര് നിന്നാലും ആലപ്പുഴ ജയിക്കത്തില്ലെന്ന്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് KC വേണുഗോപാൽ. ഞാൻ അവിടുത്തെ വോട്ടറാണ്, കരുനാഗപ്പള്ളിയിലാണ് എന്റെ വോട്ട്. അത്രയും ജനപിന്തുണയുള്ള ഒരു നേതാവായതുകൊണ്ടാണ് ശ്രീ രാമഭദ്രൻ അദ്ദേഹത്തെ ഇന്ത്യയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചുമതല അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവിനെയാണ്. ഇന്ത്യയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിയോഗിക്കാൻ ഞങ്ങളുടെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് നിൽക്കുന്നില്ല? മുല്ലപ്പള്ളി വടകരയിലോ കോഴിക്കോട്ടോ നിൽക്കുന്നില്ല. സീറ്റ് പിടിക്കണമെന്നല്ല ആഗ്രഹം. എവരുടെയൊക്കെ കോഴികളെ, എവരുടെയൊക്കെ പ്രതീതികളെ, എവരുടെയൊക്കെ ആളുകളെ നിർത്തണോ? അനിൽ ബോസിനെ എന്താ ആലപ്പുഴ നിർത്താത്ത? അനിൽ ബോസിന്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട. പക്ഷെ അനിൽ ബോസ് നല്ലൊരു സ്ഥാനാർത്ഥിയല്ലയോ? അനിൽ ബോസിനെ പോലെ 2ാം നിരയിൽപ്പെട്ട എത്ര നേതാക്കന്മാരെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്? എത്ര മിടുക്കന്മാരായ ആളുകളുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ സംസാരം തുടർന്നുകൊണ്ടിരിക്കും. നീതി കിട്ടുന്നത് വരെ ആ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഇദ്ദേഹം പറഞ്ഞ മുതിർന്ന നേതാക്കന്മാർ അവരെ നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവർ ചെയ്യരുത്. പ്ലീസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്ന 16 പേരെ നിങ്ങൾ പരിശോധിക്കൂ. ആ 16 പേരിൽ കൃത്യമായ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവുമുള്ള ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, യുവജന നേതാക്കൾ എത്ര പേർക്ക് അവസരം കിട്ടി ഈ തെരഞ്ഞെടുപ്പിൽ? എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ KV തോമസിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാളെ മാറ്റി നിർത്തി ഹൈബി ഈഡനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സ് പോലും എത്താത്ത ചെറുപ്പക്കാരൻ ഞങ്ങൾ നിർത്തിയിരിക്കുകയല്ലേ. ഇടുക്കിയിൽ ജോസഫ് വാഴക്കനെ പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരാളെ മാറ്റി നിർത്തിയിട്ടല്ലേ ഞങ്ങൾ ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മത്സരിപ്പിക്കുന്നത്? മുൻ മന്ത്രി AP അനിൽകുമാറിനെ പരിഗണിച്ച ആലത്തൂരിൽ ഞങ്ങൾ ചുണക്കുട്ടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ യൂത്ത് കോൺഗ്രസ് നേതാവായ രമ്യ ഹരിദാസിനല്ലേ ഞങ്ങൾ നിർത്തിയത്? VK ശ്രീകണ്ഠൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും DCC പ്രസിഡന്റുമായിരിക്കുന്ന വളരെ ഊർജ്ജസ്വലനായ സംഘാടനായ പുതിയ തലമുറയുടെ നേതാവല്ലേ? ഇപ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്ന മറ്റു പലരും ഞങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കും. അദ്ദേഹം മരണപ്പെട്ട ആ സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വേളയിൽ എന്തുകൊണ്ടാണ് ഈ വയനാട് സീറ്റ് ഷാനിമോൾ ഉസ്മാന് നൽകാത്തത്? രമേശ് ചെന്നിത്തല ആ പേര് പറയുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് നൽകാത്തത്. ഷാനിമോൾ ഉസ്മാൻ ഏത് സീറ്റ് നൽകിയില്ല എന്നുള്ളത് ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ചാവേറായ സിദ്ദീഖിന് വേണ്ടി നിൽക്കുക. ഉമ്മൻചാണ്ടിയെ കുറ്റം പറയാനൊക്കത്തില്ല. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലുള്ളവരുടെ അടുത്ത് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എനിക്ക് മാത്രമല്ല പോരാടുന്ന ഏതാണ് ഏതറ്റം വരെ ഞാൻ പോകുമെന്നുള്ള സന്ദേശമാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി ഫൈറ്റ് ചെയ്യുന്നത് പോലെ രമേശ് ചെന്നിത്തല ഫൈറ്റ് ചെയ്യത്തില്ല. ആ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എല്ലാവരും പഠിച്ച പണിമാനോ ബെന്നി പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാക്കി.
ഈ പറയുന്നത് politics ആണ്. ഉമ്മൻചാണ്ടിയുടെ എല്ലാ തന്ത്രങ്ങളും ബാക്കിയുള്ളവരെല്ലാം വെറും നോക്കിമുത്തുകളായിട്ട് നിൽക്കും. യാതൊരു സംശയവും കൈയടക്കാനില്ല. ഉമ്മൻചാണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒന്നാമത്തെ നേതാവാണ് കേരളത്തിലെ. അദ്ദേഹത്തിനോടൊപ്പമാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും. രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയോടൊപ്പമാണ് കേരളത്തിൽ. അതിനെന്താ നിങ്ങൾക്ക് തർക്കം? കോൺഗ്രസ് പാർട്ടിയുടെ ഒന്നാമത്തെ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. കാരണം ഇവർ പ്രഖ്യാപിത ഗ്രൂപ്പ് പോരാളിമാരാ. അനിൽബോസ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിട്ട് പാര നിങ്ങൾ തന്നെ പണിയരുത്. അത് ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് പറയുവാണ്. നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു. അല്ലല്ല ആരോട് പറയാം. അതായത് ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷ നേതാവാണെന്ന് പ്രചരണം നടത്തുന്ന ആളുകളാണ് അവരൊക്കെ. എ കെ ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എ കെ ആന്റണിക്കും പാര വെച്ചവരാണ്. എ കെ ആന്റണി മുഖ്യമന്ത്രി അറിയാൻ വയ്യാത്തത്. ഈ കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയാവുന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ പറയുന്നത്. മറ്റതിഥികളിലേക്ക് കൂടി പോകാം. ഇതിന്റെ സിംഹഭാഗവും ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് സ്വന്തമാക്കി സിംഹഭാഗവും ചർച്ചയുടെ സ്വന്തമാക്കരുത്. അതായത് പറഞ്ഞോളൂ അനിൽ ബോസ്, പെട്ടെന്ന് പറയൂ. അനിൽ ബോസിന് ഒരു സെക്കൻഡ് മാത്രം എനിക്ക് തരൂ. പറയൂ അനിൽ ബോസ് പെട്ടെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ പാർട്ടിയിൽ പലപ്പോഴും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് നിന്ന് മാറി പകരം സ്ഥാനാർത്ഥികൾ വന്ന ചരിത്രമുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? കേരളം മുഴുവൻ പ്രകടനം നടത്തി. പിണറായി വിജയനെതിരെ സോഡാക്കുപ്പിക്ക് വരെ എറിയുന്ന സ്ഥിതി ഉണ്ടായതിനു ശേഷമല്ലേ, മദ്യക്കുപ്പി കൊണ്ട് എറിയുന്ന സ്ഥിതി ഉണ്ടായതിനു ശേഷമല്ലേ അച്യുതാനന്ദന് നിങ്ങൾ സീറ്റ് കൊടുത്തത്? ഇത് ഗൗരവമായ കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? നിങ്ങൾ ഡൽഹി ചെന്നാൽ നിങ്ങളുടെ പാർട്ടിയോട് നിൽക്കുവോ? നിങ്ങളിപ്പോ ചുവന്ന നടക്കുന്ന ജോസ് കെ മാണിയില്ലേ? ഏത് മുന്നണി ജയിച്ചാൽ അയാൾ മന്ത്രിയല്ലേ? അതിന് നാടകമല്ലേ ഇപ്പൊ കോട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്? അയാൾ NDA വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മന്ത്രിയാ, നിങ്ങൾ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മന്ത്രിയാ. ഇങ്ങനെയുള്ള ഇരികാലി മൃഗങ്ങളെയും ചുവന്നുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളിലും കോൺഗ്രസിന്റെ പോലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിച്ചാൽ നാളെ കോൺഗ്രസിനോട് ഡൽഹിയിൽ ഒപ്പം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്തിനാ അതിനൊന്ന് മറുപടി പറഞ്ഞേ? നിങ്ങൾ എത്രയോ നേതാക്കന്മാര് മറുകണ്ട് ചാടി ഇന്ന് പോയില്ലേ ആന്ധ്രയിൽ MLA? കേരളത്തില് സുധീറിന് പോകുമെന്ന് കണ്ടപ്പോഴാണ് തട്ടി അങ്ങോട്ട്. അല്ലല്ല അജിംഷാദെ റെജി പറഞ്ഞതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അല്ല അത് അടുത്ത ഘട്ടത്തിൽ പറയാം അനിൽ ബോസ്, അടുത്ത ഘട്ടത്തിൽ പറയാം. ഇത് പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വെക്കോ നിങ്ങൾ. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അബ്ദുള്ളക്കുട്ടി ഞങ്ങളുടെ പാർട്ടിയിലാണ് വന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആയ KS മനോജ് ഞങ്ങളുടെ പാർട്ടിയിലാണ് വന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയ സെൽവരാജൻ പറഞ്ഞ് കോൺഗ്രസ് കാണിക്കേണ്ട. ഇത് കണ്ടോണ്ടിരിക്കുന്ന അതായത് എണ്ണ കിട്ടാത്തതിന് ശ്രീ സജേഷ് എണ്ണ കിട്ടാത്തതിന് സാധിക്കുന്ന ഒരു സംഭവം പെണ്ണുകളായുണ്ട്. അതായത് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനാകുന്നില്ല. അവരൊക്കെ തൃശങ്കുവിൽ നിന്ന് തർക്കിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണത്തിൽ ഏറെ മുമ്പിൽ പോയ ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. ശ്രീ സജേഷ്. ശ്രീ അനിൽ ബോസ് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റിലേക്കും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. അവരിപ്പോ ജനങ്ങളുടെ ഇടയിലാണ്, അവർ പ്രവർത്തിക്കുന്നു, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. കാരണം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജ്യത്തോടുള്ള കടമ നിർവഹിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതിന് കഴിയാത്ത ഇപ്പോ എനിക്ക് ഏറ്റവും ഈ തമാശ എല്ലാം കൂടി കാണുമ്പോൾ എനിക്ക് പഴയ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. 2 ചേട്ടന്മാർ പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ട്
രണ്ടുപേരും അനിയത്തെ മതി എന്ന് പറയുന്നു. അപ്പോ അവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്ക് അനുജന മതി എന്നാണ്. അതുപോലെയാണ് കോൺഗ്രസിന്റെ ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും ഒക്കെ വയനാട് വേണം. പക്ഷെ എന്താണ്, വയനാടും പിന്നെ വടകരയും ഒന്നും കോൺഗ്രസിനെ വേണ്ട എന്ന് ജനങ്ങളാകെ പറയുന്നു. നിങ്ങൾ തല്ലുകൂടിക്കോളൂ, നിങ്ങളെ വേണ്ട എന്ന് ദൈനംദിനം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളും മറ്റു പഴയ കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അലക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ വേറൊരു പാർട്ടിയിൽ പോകുന്നത് കോൺഗ്രസ് ആയാൽ പോലും ഞങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലപാട് സ്വീകരിച്ച് ഇതിന് പറ്റാത്ത ആളായി മാറിക്കഴിഞ്ഞാൽ പോകുന്നത് ഏത് കോൺഗ്രസിന് പോയാലും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ട അനിൽ ബോസ് ഇന്നും പോയിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചുമതലയുള്ള ആന്ധ്രയിൽ നിന്ന് ഇപ്പൊ 8 MLA പോയിരിക്കുന്നു. ഇങ്ങനെ പോയി വരിവരിയായി പോവുകയാണ്. അനിൽ ബോസെ, ശ്രീ അനിൽ ബോസ്, നിങ്ങൾ കാണേണ്ടത് വ്യക്തികൾ പോകുന്നത് നമുക്ക് സങ്കല്പിക്കാം, വ്യക്തികൾ പോകുന്നു നിങ്ങൾ വേണം പറയാം. അല്ല ഞാൻ പറയട്ടെ, അതിന്റെ ഇടയിൽ കയറി പറയല്ലേ ദയവ് ചെയ്തിട്ട്. എനിക്ക് ശബ്ദം ഇവിടെ തീരെ ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അതായത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് 44 MLA കോൺഗ്രസിനുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും അവിടെ മുഖ്യമന്ത്രിയും 43 MLA കൂടി പോയി BJP ആയി. ദൈനംദിനം എത്ര പേർ പോയി? ഇപ്പൊ 100 MLA പോയി എന്നാണ് ഇപ്പൊ കണക്ക്. 2 ദിവസം മുമ്പ് ഞാൻ കണക്കെടുത്തപ്പോ 87 MLA. എങ്ങനെ വിശ്വസിക്കും ശ്രീ അനിൽ ബോസ്? നിങ്ങളുടെ പ്രവർത്തകർ പോലും നിങ്ങളുടെ സാധാരണ ബൂത്ത് പ്രസിഡന്റിനെ ഒരുപക്ഷെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ MP ആക്കി മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അവർ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന അപകടത്തിനെതിരായി, BJPക്കെതിരായി, സംഘപരിവാരത്തിനെതിരായി നിലപാടെടുക്കുമെന്ന് ശ്രീ അനിൽ ബോസിനെ പറയാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി പറ്റാത്തത്? കാരണം നിങ്ങൾക്ക് 2 കാര്യം നോക്കണം. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ കോൺഗ്രസിൽ പോകുന്ന കുറെ ആളുകളുണ്ട്, അവരെയും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിയുന്നതിന് മുമ്പേ ശ്രീ കെ സുധാകരൻ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഒരൊറ്റ കോൺഗ്രസിന്റെ നേതാവ് മിണ്ടിയിട്ടില്ല. കാരണം എന്താണ്? മിണ്ടിയാൽ അദ്ദേഹം BJPയിൽ പോകുന്നറിയാം. അങ്ങനെ പോകുന്ന കുറെ ആളുകളുണ്ട്. പിന്നെ കുറെ സജേഷ്, ഒരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കോൺഗ്രസ് വളരെ വലിയ സൈദ്ധാന്തികനായി അവതരിപ്പിച്ചിരുന്ന PSCയിലും കാലടി സർവകലാശാലയിലും ഒക്കെ ഉണ്ടായിരുന്ന വലിയ സൈദ്ധാന്തികനായി അവതരിപ്പിച്ചിരുന്ന KS രാധാകൃഷ്ണൻ പോയി, അമിത്ഷാ എടുത്ത് പോയി BJP പട്ടം സ്വീകരിച്ചു. അല്ല, ഇത് ഈ രാജ്യത്ത് ഇന്നൊരു അത്ഭുതമല്ല. ഈ രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ BJPക്കാർ പണവും അധികാരവും വെച്ച് നീട്ടുമ്പോൾ അതിന്റെ പുറകെ പോകാതെ നല്ല കരുത്തുള്ളവർ വേണം. ആ കരുത്തുള്ളവരെയാണ് ഇടതുപക്ഷം അണിനിരത്തിയത്. നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത്? ശ്രീമതി വീണ ജോർജിനെ കുറിച്ച് ഇവിടെ അനിൽ ബോസ് സംസാരിച്ചു. അവർ നല്ല വോട്ടിന് അവിടെ നിയമസഭയിൽ നേരത്തെ ജയിച്ചു. പ്രളയം വന്നപ്പോ കേരളത്തിനാകെ മാതൃകയായി പ്രവർത്തിച്ചു. ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ ഭയപ്പെടുന്നു. ഓരോ മണ്ഡലത്തിലുള്ള പ്രശ്നമാണ്. പിന്നെ ശ്രീ ജയസൂര്യൻ, തർക്കം എന്ന് തീരും? BJPയിലെ ഈ സ്ഥാനാർത്ഥി തർക്കം എന്ന് തീരും? പത്തനംതിട്ടയിൽ ആരാകും? ഇങ്ങനെ ജനങ്ങൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നതിന് അറുതി വരുന്നത് എപ്പോഴാണ്? വ്യക്തമായി ഞാൻ പറയാം. ഇപ്പോൾ ഈ നടക്കുന്ന വാദകോലാഹലം കേരളം അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രവിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം ഇത്രമാത്രം വലിയ ബഹളം കൂട്ടുന്നത് എന്ന് പറയാൻ എനിക്ക് അവസരം തരണം. നിങ്ങളുടെ ഉള്ളിലല്ലേ അവസരം തന്നില്ല. ഞാൻ സ്ഥാനാർത്ഥി തർക്കം നിങ്ങളുടെ ഉള്ളിലല്ലേ? അതല്ലേ പറയുന്നത്. അതായത് പാർട്ടിയുടെ സ്വഭാവമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന BJPക്ക് എന്തുകൊണ്ട് പാർലമെന്റിൽ 2% സീറ്റ് വേണം? അതായത് 11 MP വേണം. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടണം. ഇത് CPM-ന് ഇത്തവണ കിട്ടില്ല. ജനം തീരുമാനിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, അമിത്ഷാ ഉണ്ട്, RSS ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ ഈ കടിപിടി ഉണ്ടാകുന്നു? ടീമും മത്സരിക്കാതെ C ടീമിനെ മാത്രം കേരളത്തിൽ മത്സരിപ്പിക്കുന്നത്? നേതാക്കന്മാർ തമ്മിലുള്ള കടിപിടി കൂടുന്നു സ്ഥാനാർത്ഥിത്വത്തിന്. അതാണ് ചോദ്യം. മത്സരിപ്പിക്കുന്നത് CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനു പകരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസിനെ CPM സഹായിക്കുമെന്നുള്ള രഹസ്യധാരണയാണ് ഇന്ന് കേരളത്തിന്റെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്നത്. BJPക്കകത്ത് യാതൊരു അല്ലാതെയുള്ള എല്ലാ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് ഈ രാമഭദ്രൻ ചോദിക്കുന്നു. പറയൂ. മോശമാക്കാൻ വേണ്ടി ഗ്രൂപ്പാണ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ടോ? RSS ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുമായിട്ട് അധികാരത്തിന്റെ പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് ജനങ്ങളോട് ഒരു നാണക്കേടല്ലേ? പരിതാപകരമല്ലേ? സമയപരിമിതിയുണ്ട്. അവസാനമായി ശ്രീ രാമഭദ്രനിലേക്ക് വളരെ ചുരുക്കി, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി മത്സരിക്കേണ്ട, ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഒന്നും മത്സരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അതാണ് അവർ തന്നെ വന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പ് പറഞ്ഞാണ് ഈ 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പിന്നെ ഞാൻ. പക്ഷെ മുല്ലപ്പള്ളിക്കായി വടകരയിൽ സമ്മർദ്ദം ഉണ്ടാവുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ ഈ തർക്കം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക, ബാധിക്കുക? പെട്ടെന്ന് ചുരുക്കി. മുല്ലപ്പള്ളി വടകരയിൽ വരുമോ? പോലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പറഞ്ഞിട്ടില്ല. അവര് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിക്കണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയണം. അദ്ദേഹം പറഞ്ഞിട്ടില്ല. AICCയുടെ ഒരു നേതാവും ഇന്ന ആളുകൾ മത്സരിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അവര് സ്വയം പറഞ്ഞാണ് ഞങ്ങൾ മത്സരിക്കത്തില്ല. ശരി. തുടർന്നു കൊണ്ടുപോകാൻ സമയമില്ലാത്തത് കൊണ്ട് ക്ഷമിക്കുക. എന്തായിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.